ഒരു കാര്യമില്ല. എൻ്റെ കോ ആർട്ടിസ്റ്റുകളും കൂടി നന്നാകുമ്പോഴാണ് ടോട്ടാലിറ്റി നന്നാവുക. ടോട്ടാലിറ്റി നന്നാകുമ്പോൾ അതിൻ്റെ പ്ലസ് ആർക്കാ? എനിക്ക് ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ പണിയെടുപ്പിക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കണം അങ്ങനെയാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റിനെയും നമ്മൾ കംഫർട്ട് സോണിലായിരിക്കും ആക്കണം. അവർ നമ്മൾ ഒരു നല്ല ഈ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തിൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാവുന്നതാണ് റോസാപ്പൂവിൻ്റെ ഇതളുകൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നമ്മളൊരു അങ്ങനെ ഒരു പൂവിനെ ഹാൻഡിൽ ചെയ്യണ പോലെ ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയും. കാരണം നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നോ അത് അവൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണമെങ്കിൽ അവനെ നമ്മൾ ടോർച്ചർ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരാണായാലും പെണ്ണായാലും നമ്മൾ നമ്മുടെ രീതിക്ക് നമ്മൾക്ക് അവരിൽ നിന്ന് എക്സ്പ്രഷൻസ് കിട്ടണമെങ്കിൽ അവർ ഏറ്റവും കംഫർട്ട് സോണിൽ ഒരു ടെൻഷനും ഒന്നും അടുപ്പിക്കാതെ വളരെ ഇതായിട്ടിരിക്കുന്നതാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും മനസ്സ് പ്ലസൻ്റ് ആയിരിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ടേ. അപ്പോൾ അതാണ് ഞാൻ സിനിമയിൽ വന്നപ്പോൾ എൻ്റെ ആദ്യ പാഠങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ലൈക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് എനിക്ക്. എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ കെയർ ചെയ്യും, അതുപോലെ ഇതാവുന്നത്. അവർ നന്നായിരിക്കണം, നല്ല എനിക്കും ഗുണമുണ്ടാവും, എൻ്റെ ക്യാരക്ടറിനും ഗുണമുണ്ടാവും. അല്ല, ഇപ്പോൾ ലാജോ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് മീശമാധവനിലൊക്കെ ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു എന്ന്. സലീം ഏട്ടനും ദിലീപ് ഏട്ടനും വെച്ചാൽ അവിടെ എല്ലാവർക്കും ഒരു കോമ്പറ്റീഷനാണ്. ഞാൻ ചെയ്തില്ലെങ്കിൽ അവൻ സ്കോർ ചെയ്യും, അല്ലെങ്കിൽ ഇവൻ സ്കോർ ചെയ്യും എന്നുള്ളൊരു സംഭവമുള്ള ഒരു കോമ്പറ്റീഷനിലായിരുന്നു ആ സിനിമയൊക്കെ പൊക്കോണ്ടിരുന്നതെന്ന് പറഞ്ഞു. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് രസമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ മനഃപൂർവ്വം അവൻ്റെ മേളിൽ വരണം എന്നുള്ളതല്ല. അതിപ്പോൾ എൻ്റെ സ്വഭാവം മറ്റു പലർക്കും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ മോനെ നീ ഇന്ന് ഇത് പറഞ്ഞു നോക്കിയടാ എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ അതുണ്ട്. അതേ പറഞ്ഞ് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലാതെ പറയാം. അപ്പോൾ ചില സമയത്ത് ചില ആൾക്കാരോട് അത് പറഞ്ഞാൽ ഞാൻ ഇത് ഓക്കെയാണ് എന്ന് പറയുന്ന ആൾക്കാരോട് പിന്നെ നമ്മളത് പോയി പറഞ്ഞിട്ട് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ എവിടെയാണെന്ന് നമ്മൾ നോക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ എല്ലാവരുമായിട്ടും ഞാൻ ഡീൽ ചെയ്ത് പോകുന്ന ഒരാളാണ്. ഓക്കെ. ഇപ്പോൾ കുഞ്ഞിക്കുഞ്ഞനിലേക്ക് വരുമ്പോൾ ദിലീപേട്ടനും കുഞ്ഞനും വാസുണ്ണനും തമ്മിലുള്ള ഒരു കോംബോ, അവർ രണ്ടുപേരും അതിനകത്ത് ഭയങ്കര ഹിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണ് ആ സിനിമയിൽ? കോമ്പറ്റീഷൻ ഒന്നുമില്ല, കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പെർഫോമൻസുകളുള്ളൂ. അല്ലാണ്ട് മെൻ്റലി ഇയാളെ അഭിനയത്തിൽ മാലത്തി അടിക്കാൻ അങ്ങനെയൊക്കെ ഒന്നൊന്നുമില്ല. ആ രണ്ട് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയിലൂടെ പോയാൽ മാത്രമേ അത് നിങ്ങൾക്ക് ബോധ്യമാവുള്ളൂ, കാണുന്നവന് അത് കലക്കിട്ടോ എന്ന് തോന്നുന്നതിന്. അപ്പം ഞങ്ങൾ ആ പെർട്ടിക്കുലർ ആക്ഷനും കട്ടിൻ്റെ ഇടയിൽ ഞങ്ങൾ ആ കഥാപാത്രങ്ങളാണ്. ആ സമയത്ത് ആ കഥാപാത്രത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ സായിച്ചേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത്രയും അഫെക്ഷനുള്ള ആൾക്കാരിൽ ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് സായിച്ചേട്ടൻ. അപ്പോൾ അത് ഞാൻ സായിച്ചേട്ടൻ വന്ന സമയത്താണ്, ഏതാണ്ട് ആ സമയത്ത് ഞാൻ സിനിമയിൽ ഞാൻ മറ്റേ മിമിക്രിയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് സായിച്ചേട്ടൻ വന്ന സമയം. ആ സമയത്തുള്ള സിനിമകൾ കാണുകയും അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സായിച്ചേട്ടൻ ഇങ്ങോട്ട് വന്നാണ് എനിക്കിങ്ങനെ സായിച്ചേട്ടൻ്റെ അടുത്ത് പോകാൻ ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഞാൻ മിമിക്രി. നീ അപ്പം പറഞ്ഞു ദിലീപ് ഒരു നീയല്ലേ മറ്റേ ഇന്നസെൻ്റ്? ഞാൻ പറഞ്ഞു പിന്നെ അന്ന് തുടങ്ങിയൊരു സ്നേഹം എന്ന് പറയില്ലേ, അതിന് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് എത്ര സിനിമകൾ ചെയ്തു. ഇപ്പോഴും ഞാൻ സൈമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്ന, കാരണം അത്രയും ഇതായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതെനിക്ക് ദൈവാനുഗ്രഹിച്ച് എൻ്റെ സീനിയർ ആക്ടേഴ്സിന് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതിനുശേഷം ഇവരുടെ കൂടെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാത്തത് സുരേഷേട്ടൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ടുണ്ടോ സുരേഷേട്ടൻ്റെ അടുത്ത്? സുരേഷേട്ടൻ അറിയാലോ. സുരേഷേട്ടൻ അന്ന് മാനത്തെ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് ആ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തുകൊണ്ടാണ് അന്ന് സുരേഷേട്ടൻ നല്ല ഇതിൽ നിൽക്കുന്നത്. ഇപ്പോഴും നല്ല ലെവലിൽ തന്നെ ആക്കണം. അതെല്ലാം പറഞ്ഞത് ആ സുരേഷിൻ്റെ സിനിമകൾ ഇങ്ങനെ ഹിറ്റ് അടിച്ചു. അങ്ങനെ ആ സമയത്താണ് മാനത്തെ കൊട്ടാരത്തിൽ സുരേഷേട്ടൻ ഗസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാരണം നമ്മുടെ ഒരു സിനിമ കാണുമ്പോൾ കുഷ്ബു മേഡം ഉണ്ട്, അതിൽ സുരേഷേട്ടനും അതിൽ വരണു എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ആദ്യം സുരേഷേട്ടനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ കാണുന്നത് ആലുവ ഗസ്റ്റ് ഹൗസിൽ അവിടെ ഇങ്ങനെ ഇതിലിങ്ങനെ ചപ്രമഞ്ച കട്ടിലിങ്ങനെ ഇരിക്കുന്ന ആ ഒരു സുരേഷേട്ടനാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. എന്നെ കണ്ട ഉടനെ വാ എന്ന് പറയാം, ആ ഒരു സംഭവമില്ല. അന്ന് തുടങ്ങിയ ഒരു സ്നേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നീട് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചു. അപ്പോൾ അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലും പിന്നീട് കൂടെ അഭിനയിച്ച് ഒരുപാട്. അപ്പോൾ എൻ്റെ സീനിയേഴ്സായിട്ട് എനിക്ക് അത്രയും ഇതുള്ളതാണ്. പിന്നെ പുതിയ ആൾക്കാരും എന്നോട്, ഞാൻ എൻ്റെ സീനിയേഴ്സിനോട് കൊടുക്കുന്ന റെസ്പെക്റ്റ് പുതിയ ആൾക്കാരും എനിക്ക് തരാറുണ്ട്.
മാനത്തെ കൊട്ടാരം 30 വർഷമായി ദിലീപേട്ടാ 2024 വരുമ്പോ. ശരിയാ, അതെ. 30 വർഷമായി. ഇപ്പൊ 2 ദിവസം മുന്നേ ഉള്ള ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയായിരുന്നു അതിനെ കുറിച്ചിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ 30 വർഷം തികയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ശരി, 94 94. അതെ. ശരിയാ. അതിനകത്തൊരു ഏറ്റവും നല്ലൊരു മെമ്മറി ഉണ്ടാവും ഈ 30 വർഷം തികയുമ്പോ ഒരു ഹാപ്പിനെസ്സിൽ. അത് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം മെമ്മറി അതിനകത്ത്. ഇന്ദ്രൻ ചേട്ടന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര. ഇന്ദ്രൻ ചേട്ടനൊക്കെ അന്ന സമയത്ത് കത്തി നിൽക്കുന്ന ആർട്ടിസ്റ്റ് അല്ലേ. അതെ. ആ സമയത്ത് പിന്നെ ഞാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ നാദിർ ഷാ, ഹരിശ്രീ അശോകേട്ടൻ. ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ, എനിക്ക് ശീലമൊന്നുമല്ലേ, ഞാൻ അഭിനയം പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. അന്ന് ഒഡീഷനൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, വിളിച്ച് ഇയാൾ അഭിനയിക്കില്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നേമം പുഷ്പരാജ്, ഡയറക്ടറില്ലേ, ആ ഡയറക്ടറൊക്കെ പുഷ്പേട്ടനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. മറ്റേ അന്ന് അൻസാർക്ക, റോബിൻ ഭായ്, അവരുടെയാണ് കഥയും കാര്യങ്ങളൊക്കെ. സുൻചേട്ടൻ എന്നെ ഒരു പരിചയമില്ല അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ. അതുപോലെ ഹമീദക്കൊക്കെ നമ്മളെ വെച്ച് പടം ചെയ്യുക എന്നൊക്കെ പറയാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 4 പേരെ വെച്ച് ചെയ്യാൽ ഇന്ദ്രൻ ചേട്ടനാണ് പ്രാധാന്യം വരിക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അന്ന് ഭയങ്കര ഇതിൽ നിൽക്കുകയല്ലേ. പിന്നെ അതിൽ പറയുന്നത് ദിലീപ് ഭാവിയിൽ വലിയ നടനാവെന്നൊക്കെ ഖുശ്ബു മാം പറയുന്ന സാധനം, അതൊക്കെ നമുക്ക് ദൈവം ഒരു ഗോൾഡൻ ബേർഡ്സ് അല്ലെങ്കിൽ ഒരു നമുക്കത് ഗുണകരമാവുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ല, സിനിമയിൽ പറഞ്ഞ ഡയലോഗൊക്കെ ജീവിതത്തിൽ വരിക എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആൽവിൻ ആൻ്റണി ആയിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ പോയിട്ട് നോക്കി നിന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാരണം ആദ്യം കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാനത്തെ കൊട്ടാരത്തിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തു വന്നിട്ട് നിലത്തിട്ട് ഇങ്ങനെ കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ തലയൊക്കെ 6 ഷീറ്റിലിങ്ങനെ വന്നിട്ട് ഞാൻ പോസ്റ്റർ അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഇതായി. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പെങ്ങള് കരഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. എന്നെ വലിയ പോസ്റ്ററിൽ കണ്ടിട്ട് പെങ്ങള് സന്തോഷം കൊണ്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇമോഷണലും ഒരുപാട് കാര്യങ്ങളുണ്ട് ആ മാനത്ത്. അതൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സിനിമയ്ക്കും ഉണ്ട് ഓരോന്ന്. അത് തങ്കമണിയും ഇതുപോലെ ഒരുപാട് നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാക്കിയ സംഭവങ്ങളുണ്ട് ഈ കഥാപാത്രം ചെയ്യുന്ന സമയത്തും ഒക്കെ. ഇപ്പോൾ ഖുശ്ബു മാമിനെ കാണാൻ മാനത്തെ കൊട്ടാരത്തിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണല്ലോ. അതുപോലെ റിയൽ ലൈഫിൽ ദിലീപേട്ടൻ ഭയങ്കര കാണാൻ ആഗ്രഹിച്ച ആളുണ്ടായിട്ടുണ്ടോ പണ്ട്? റിയൽ ലൈഫിൽ ഞാനിപ്പോൾ ഈ ജാക്കി ചാനിനെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ചെറിയ ആഗ്രഹങ്ങൾ അല്ല, എൻ്റെ ആഗ്രഹങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു വിൽ സ്മിത്ത്, അതെ, ബ്രാഡ് പിറ്റ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വെറുതെ നേരിട്ട് വെറുതെ ഒന്ന് കാണുക, അങ്ങനെ കാണുന്നതിനിപ്പോൾ എന്താ. അതെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇപ്പം ലാൽ ജോസ് സാർ തന്നെ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു വൈറ്റ് മാരുതി കാർ ദിലീപേട്ടൻ വാങ്ങിയത്. എന്നിട്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് ആ സമയം ഒരു കാറില്ല. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചിരുന്നു, എങ്ങനെ നീ ഇതിന്റെ ലോണൊക്കെ അടച്ച് തീർക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് ഇത് എടുത്തതെന്ന്. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടന്റെ മറുപടി അവിടെ, അതൊക്കെ ഞാൻ അടച്ചു തീർക്കും, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാന്ന് ഭയങ്കര ധൈര്യത്തിലാണ് അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയെന്ന്. അപ്പൊ അത് ശരിക്കും ലാൽ ജോസ് സാറിന് ഭയങ്കര സന്തോഷമായിരുന്നത് കേട്ടപ്പോ. ശരിക്കും ആ ധൈര്യം എവിടെ നിന്നായിരുന്നു കിട്ടിയത് ആ സമയം അങ്ങനെ പറയാനായിട്ട്? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് 100%. ഇവിടം വരെ എന്നെ എത്തിച്ചൊരു പവറുണ്ട്. ആ പവറിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ചെയ്യുന്നതൊക്കെ തന്നെ അന്ന് കാർ വാങ്ങിച്ച പോലത്തെ സംഭവം തന്നെയാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നു. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ലാൽ ജോസ് സാറിന് ഒരു മൂത്ത മകൻ. എൻ്റെ വീട്ടിലെ മൂത്ത ആളാണ് ലാൽ ജോസ്. ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ലാൽ ജോസ് വന്ന നിമിഷം മുതൽ ലാലുവിൻ്റെ പെരുമാറ്റത്തിലും കാര്യത്തിലും ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഞാനും പുള്ളിയും തമ്മിൽ എന്തെങ്കിലും വിഷയം, നീ എന്നോട് സംസാരിക്കണം, അവൻ വരട്ടെ, അങ്ങനെ പറയുള്ളൂ. ആ ഒരു അളവിലായിരുന്നു. ആ ഒരു സ്നേഹവും ബഹുമാനവും ഞാൻ ഇന്നും എനിക്ക്, കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ കാണുന്നു എന്നുള്ളതും കൂടിയുണ്ട്. എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു വലിയ സഹോദരൻ തന്നെയാണ് ലാൽ ജോസ്. അത് കുടുംബപരമായിട്ടും ദൈവം അനുഗ്രഹിച്ച് എൻ്റെ മക്കളാണെങ്കിലും ലാലുവിൻ്റെ മക്കളാണെങ്കിലും ഒക്കെ ആ ഒരു ഇതിൽ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും ലാലുവിൻ്റെ വീട്ടിലെ ആൾക്കാരായിട്ട്, ലാലുവിൻ്റെ എൻ്റെ അച്ഛനമ്മ പോലെ തന്നെയാണ് എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ടായതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ. ദിലീപേട്ടൻ്റെ അച്ഛൻ ഭയങ്കര ഒരു ചിൽ മനുഷ്യനെന്ന് ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് ലാലുവായിട്ട് ഭയങ്കര അടുപ്പം. അച്ഛൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്തത് എന്ത് തോന്നിയ ദിവസത്തിൽ ലാലു കൂട്ടിക്കും. അച്ഛൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതായിരുന്നു ദിലീപേട്ടൻ? അല്ലല്ല, അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞു അച്ഛൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ ചെയ്തിരുന്ന ഒരാൾ, നന്നായിട്ട് മിമിക്രിയും ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലൊക്കെയാണ്. പുള്ളി വരാൻ വേണ്ടി നാട്ടുകാർ കാത്തിരിക്കും.
നമുക്ക് സങ്കടമാണെങ്കിലും നാട്ടുകാർക്ക് കോമഡിയാണ്. കാരണം കോമഡി കൊടുത്തിരുന്ന ഒരാളാണ് അച്ഛൻ. അപ്പോൾ ഞാൻ ഈ അച്ഛന് ഒരു കുറച്ച് ഏജ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ അച്ഛൻ്റെ കൂട്ടുകാരായി മാറുകയാണ്. പിന്നെ ഈ കൂട്ടുകാരെ എനിക്ക് കാണാൻ പറ്റണില്ല. അങ്ങനെ രണ്ടരക്ക് അടിച്ചിരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കഴിഞ്ഞ് നമ്മൾ അച്ഛൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറേ കഴിയുമ്പോൾ പുറത്ത് വണ്ടി വന്ന ശബ്ദം കേൾക്കാം, ഡോറൊക്കെ അങ്ങനെ വണ്ടി പോണ ശബ്ദം കേൾക്കാം. വിചാരിച്ചു അച്ഛൻ വന്നു, വന്നിട്ട് എന്താവോ കുറേ കഴിഞ്ഞിട്ട് കാണൂല. അപ്പം നമ്മൾ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മതിലുമേ ഇങ്ങനെ ചാരി വെച്ചിട്ട് പോയിട്ടുണ്ടാവും നമ്മുടെ കൂട്ടുകാർ. കാരണം ആ അവസ്ഥയിലായിരിക്കും നിൽക്കണേ. നമ്മൾ വിളിച്ചു വന്നു. അപ്പം ഞാൻ അച്ഛനോട് അച്ഛന് നാണാവില്ലേ എൻ്റെ കൂട്ടുകാരായിട്ട് കൂട്ടുകൂടിയിട്ട് ഇമാര് പരിപാടിയൊക്കെ ഒപ്പിക്കാൻ? ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഒരു മരിച്ചുപോയി, ഞാൻ പിന്നെ ആരായിട്ട് കൂട്ടുകൂടും എന്ന് പറഞ്ഞാൽ മറ്റന്മാരെന്ന് വെച്ചാൽ എന്നെ പേടിച്ചിട്ട് വരില്ല. ഇങ്ങനെയൊക്കെയുള്ള കോമഡികൾ എൻ്റെ അച്ഛൻ അതുപോലെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ആണ്, തലേൻ്റെ തലേ ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ശരിക്കും നിനക്ക് എന്നിൽ നിന്ന് കിട്ടിയ കഴിവാണ്, പക്ഷെ നീ ബുദ്ധിമാൻ, നീ അത് വിറ്റ് കാശാക്കി, ഞാൻ മണ്ടൻ, ഞാനത് നാട്ടുകാരുടെ ഇടയിൽ കോമഡി കളിച്ച് കളഞ്ഞു. അപ്പൊ എന്തായിരുന്നു മോൻ്റെ മറുപടി? ഞാൻ ചിരിച്ചിട്ട് കെട്ടിപ്പിടിച്ചു. കാരണം എനിക്ക് ശരിയാണ് അച്ഛൻ്റെ നർമ്മങ്ങളും, ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അച്ഛൻ്റെ ധൈര്യവും. എൻ്റെ അച്ഛൻ ഭയങ്കര സത്യസന്ധനാണ്. അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് സ്വത്തുക്കളല്ല, ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ആരെയും ചതിക്കരുത്, വേറെ ആളുടെ പൈസ നമ്മൾ മോഹിക്കരുത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഭയങ്കര നന്മയുള്ള ഒരു അച്ഛനായിരുന്നു. അത് ഞങ്ങൾ 3 പേരും അത് ഫോളോ ചെയ്യാമെന്ന് പറയില്ല. നമ്മളിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പോലും നമ്മൾ ഫോൺ എടുത്ത് അവരോട് കാര്യം പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട അതാണ്. നമ്മളൊരാളെ നമ്മളെല്ലാം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ വാക്കുകൾക്കുള്ള വില എന്നൊക്കെ പറയുന്നുണ്ട്, വിശ്വാസങ്ങൾ. അപ്പോൾ അതെവിടെയെങ്കിലും ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് സിറ്റുവേഷൻ ഉണ്ട്, നമ്മൾ പ്രശ്നം എന്താണ് അതിങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇവിടെ എന്തോ നേരെ നമ്മളെല്ലാം മരിച്ചു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒന്നിന്നും ഒളിച്ചോട്ടവും ഇല്ല ഈ ഭൂമിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക, നേരെ വന്ന് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്കെന്താ. അതെ, ഇപ്പോൾ കമൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയം കമൽ സാർ പറയുന്നുണ്ടായി, അവൻ ആദ്യം സെറ്റിൽ ഞാൻ വിളിച്ചിട്ട് വന്ന സമയം ലേറ്റ് ആയിട്ടാണ് വന്നിട്ട് ഞാൻ തിരിച്ച് പറഞ്ഞു വിട്ടു, ദേഷ്യം വന്നിട്ട് തിരിച്ച് പറഞ്ഞിട്ട് അവൻ പോകുന്ന വിഷമം കണ്ടിട്ട് ഞാൻ അവനെ തിരിച്ച് വിളിച്ചു എന്ന്. ദിലീപേട്ടൻ ആ പോകുന്ന പോക്കിൽ എന്തായിരുന്നു ദിലീപേട്ടൻ്റെ മനസ്സിലുണ്ട്? അന്ന് കമൽ സാറ് ശരിക്കും സത്യസന്ധമായി പറഞ്ഞാൽ അന്ന് കമൽ സാറിൻ്റെ കൂടെ 6-7 പേരുണ്ട്. 6-7 പേരുടെ കൂടെ 2-3 ദിവസമായിട്ട് ഞാൻ ആ സെറ്റിലുണ്ട്. അപ്പം ഞാൻ ചേരാമേട്ടം വഴിയാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞു വിടാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. സാറ് എങ്ങനെ പറഞ്ഞു വിടാന്നുള്ളതിന് കാരണം തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും സോറിയും പറഞ്ഞ് അവിടെ നിൽക്കാന്ന് പറയില്ലേ. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവസാനം സാറ് പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ദിലീപ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, പൂക്കലമരവയുടെ ഡബ്ബിങ് നടക്കുന്നുണ്ട്, അതിൽ പോയി അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ അപ്പോൾ ആ സമയത്ത് വിഷ്ണുലോകത്തിൻ്റെ ലൊക്കേഷനിലാണ്. അങ്ങനെ കാരണം പ്രൊഡ്യൂസറിനോട് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് സാറിന്. കാരണം 6-7 പേര് കൂടെ ഉണ്ട്, ഇനി ഒരുത്തനെയും കൂടി ഇതാവും. അപ്പോൾ ഈ 3 ദിവസം ഞാൻ ആ സെറ്റിൽ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആവുകയും അന്ന് മിമിക്രിയും തമാശകളും ബഹളമൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരാളായിരുന്നു അന്ന് അവിടെ. അപ്പോൾ ആ സമയത്താണ് അതിൻ്റെ നിർമ്മാതാക്കളാണ് സുരേഷ് ഏട്ടൻ, സുരേഷ് കുമാർ, പിന്നെ സനലേട്ടൻ, അപ്പിയണ്ണൻ, അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഏട്ടൻ വന്നപ്പോൾ ഞാനിങ്ങനെ അല്ലെങ്കിൽ അടുത്ത പടത്തിനാവാം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ നാട്ടിലെല്ലാവരോടും പറയും, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്. പിന്നെ ഒരു മാസം ഞാൻ ഈ ഇറങ്ങി വരുമ്പോൾ എൻ്റെ ചിന്ത, ഞാൻ എവിടെ പോയി നിൽക്കും, ഈ 1 മാസം എനിക്ക് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നൊക്കെ വാർത്തകളാണല്ലോ വരുന്നത്, മാഗസിനിലൊക്കെ വരും, ഇതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞു. അപ്പോൾ ആ സമയം വരെ എനിക്ക് ഇനി ഇവരുടെ മുമ്പിലൊന്നും പോകാൻ പറ്റില്ല. കാരണം ഞാനപ്പോൾ ഇവിടുന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്നാൽ ഞാൻ പോയ കാര്യം നടന്നില്ല എന്നൊക്കെ തോന്നുന്നൊരു വലിയ വിഷയമുണ്ട്.
അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ഞാനിനി എവിടെ പോയി നിൽക്കും. കാരണം അങ്ങനെ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് റൂമെടുത്ത് താമസിക്കാനുള്ള അവസ്ഥയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. കാരണം ഞാൻ അന്ന് ശരിക്കും ഈ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് തന്നെ വീട്ടിൽ ഞാൻ മിമിക്രിക്കാരെ ഓരോ ആർട്ടിസ്റ്റിൻ്റെ നിന്ന് 100 രൂപ വരെ കടം വാങ്ങിച്ച് ആ പൈസ കൊണ്ട് വീട്ടിൽ അമ്മയുടെ കയ്യിൽ വാടകയ്ക്ക് ഒക്കെ റെഡിയാക്കിയിട്ടാണ് പോകുന്നേക്കണേ. ഓക്കെ. അപ്പം ഞാനിനിയിപ്പോൾ എന്ത് ചെയ്യും? കാരണം അവരോടും പറയാൻ പറ്റില്ല, ഇനി നാളെ വേണമെങ്കിൽ പ്രോഗ്രാമിന് പോകാം, അതെ. പക്ഷെ അവരുടെ മുമ്പിൽ തോക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ആ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ, അന്ന് പുലാപ്പറ്റ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്റ്റെപ്സ് ഇങ്ങനെ നിൽക്കാൻ. താഴെ ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ ഇറങ്ങി ചെല്ലണം. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്, ആ വണ്ടിയിൽ കയറിയാൽ പോകേണ്ടത്. ആ. ഞാനിങ്ങനെ വന്ന സമയത്ത് ആണ് ബാക്കിൽ നിന്ന് ഈ വിളി തന്നെ. ഉം. അപ്പോൾ അവിടെ ഉണ്ടായ വിഷയം അതിൻ്റെ ഇൻ്റർകട്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സുരേഷ് ഏട്ടനൊക്കെ അവിടെ വന്നു. ഓക്കെ. ദിലീപുമായി ചേർന്നുള്ള ഈ ഇൻ്റർവ്യൂവിലുടനീളം ദിലീപ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയെ പറ്റിയാണ്. പുതിയ സിനിമ റിലീസാകുന്നതിനെ പറ്റിയും അതിൻ്റെ വിശേഷങ്ങളുമാണ് പറയുന്നത്. മാത്രമല്ല, കൂടാതെ അദ്ദേഹം ഈ സിനിമ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കടന്നു വന്ന വഴികളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു ടോക്കാണ് ഈ ഇൻ്റർവ്യൂവിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പുള്ളി സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളും ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ എടുത്ത ബുദ്ധിമുട്ടുകളും അതിലേക്ക് വന്ന വഴികളിലെ ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ കൂടുതലായും പ്രതിപാദിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാൾവഴികൾ, സിനിമാ ജീവിതത്തിലെ നാൾവഴികൾ ഒന്നൊന്നായി എടുത്തു പറയുകയാണ് ദിലീപ് ഇൻ്റർവ്യൂവിലൂടെ. മാത്രമല്ല, പാർവതിയുമായി നല്ലൊരു സുഹൃത്തുമായി ഇടപഴകി സംസാരിക്കുന്നത് പോലെ നമുക്കിതിൽ കാണാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമാ വിശേഷങ്ങളും ജീവിത വിശേഷങ്ങളും ഒക്കെയാണ് ഇതിലൂടെ നമ്മൾക്കായി കൂടുതലായും പങ്കുവച്ചിരിക്കുന്നത്.